നമസ്കാരം. എല്ലാവർക്കും ആദ്യമായിട്ട് ശുഭദിനം നേരുന്നു. എല്ലാ ദിവസവും രാവിലെ ഉള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് യൂണിയൻ ബഡ്ജറ്റ് ഡേ ആണ്. വിപണി കാത്തിരിക്കുന്ന, രാജ്യത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. രാജ്യത്തിലെ സാധാരണക്കാരായ ആളുകൾ മുതൽ ബിസിനസ് ആളുകൾ വരെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ അവരെല്ലാം തന്നെ എഫക്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. വിപണിയെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് 2-3 രീതിയിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. സെക്ടർ വൈസ് ഇമ്പാക്റ്റ്, അതായത് ഫെർട്ടിലൈസർ, അഗ്രികൾച്ചർ, ടൂറിസം, റെയിൽവേ തുടങ്ങിയ സെക്ടറുകൾക്കുള്ള പരിഗണന ഈ സെക്ടറുകൾക്ക് പോസിറ്റീവും നെഗറ്റീവായിട്ടും വരും. സ്വാഭാവികമായ രീതിയിൽ ഈ റെയിൽവേ, അഗ്രികൾച്ചറൽ, ഫെർട്ടിലൈസർ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ബഡ്ജറ്റാണ് വരാറ്. അതുകൊണ്ടാണ് ബഡ്ജറ്റിന് മുമ്പേ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി പോയതും. രണ്ടാമത് കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു മേഖലയിലും എപ്പോഴും ഊന്നൽ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഉൾപ്പെടെ സിമൻറ്റ് സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തി പോയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഡിഫൻസ് മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന് മാത്രമല്ല, ഇവിടെ ഒരു എക്സ്പോർട്ട് ഹബ്ബാക്കി യുദ്ധ സാമഗ്രികൾ നിർമ്മിക്കുന്ന രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നയം. പണ്ട് നമുക്ക് തദ്ദേശീയമായിട്ട് ഈ ഡിഫൻസ് ഉപകരണങ്ങൾ നിർമ്മിക്കുക ഇന്ത്യക്ക് വേണ്ടി എന്നുള്ള ഇത് മാറി ഇപ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിർമ്മിക്കുന്നത് യുദ്ധ ഉപകരണങ്ങൾ. കൊച്ചിൻ ഷിപ്പ് യാർഡും ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സും HALഉം എല്ലാം തന്നെ ആ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടാണ് റാലി രേഖപ്പെടുത്തി പോയിട്ടുള്ളത്. ഇനി ആണ് മൂന്നാമത്തെ ഒരു ഘട്ടം, എക്കണോമിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ. അത് GDP ഓൾറെഡി തന്നെ ഇന്നലെ 6.6 നിന്ന് 7% അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ എക്കണോമി ബെറ്റർ ആയിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് FIs വെറുതെ ബൈ ചെയ്യുന്നതല്ല. FIs കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും ബൈയിങ് ആണ്. ഈവൻ ഇന്നലെയും അവർ ബൈയിങ് ആയിരുന്നു. 3444 കോടി രൂപക്ക് അവർ ബൈ ചെയ്തു. DIs ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഇന്നലെ അവർ 1652 കോടി രൂപക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIസിനെ സംബന്ധിച്ച് ഈ ലോങ് ടൈം പെർസ്പെക്റ്റീവാണ് അവർക്ക് അവർ കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടവും ഓക്കെയാണ്. ഇനി വരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഡയറക്റ്റ് ഇമ്പാക്റ്റ് വരുന്ന കുറച്ച് കമൻറ്റുകളും തീരുമാനങ്ങളൊക്കെയാണ്. അതിലൊന്നാണ് ലോങ് ടൈം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇതിലൊന്നാണ് FNOയുടെ ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ടാക്സ് സ്ലാബുകൾ മാറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനെ സംബന്ധിച്ചുള്ളൊരു ക്ലൂ ഒന്നും തന്നെ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഘടകങ്ങൾ കൂടെ തന്നെ അവസാനം വരുന്ന വിപണിയെ നേരിട്ട് ബാധിക്കുന്ന കുറച്ച് തീരുമാനങ്ങളാണ്. എനിവേ അതൊക്കെ കാത്തിരുന്ന് കാണാം. ഇന്ന് നമ്മൾ റിലയൻസിൻ്റെ ഫോള് കണ്ടു, HDFC ബാങ്കിൻ്റെ റാലി കണ്ടു, വിപ്രോയുടെ ഫോള് കണ്ടു. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഈ ഒരു റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റുകൾ ഗ്ലോബൽ മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ്, ഇതെല്ലാം തന്നെ ഇന്നത്തെ ദിവസം അത്ര വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിട്ട് മാറാൻ സാധ്യതയില്ല. കാരണം ഇന്ന് ബഡ്ജറ്റ് ഡേ ആണ്. നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. ആദ്യം ഫെഡറൽ ബാങ്ക്, കൃഷ്ണ വെങ്കട്ട് സുബ്രഹ്മണ്യൻ, അദ്ദേഹം ഈ RBI അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് നൽകിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ CFO ആയിട്ട്, MD ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. CNM DLM കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 98% അപ്പായിട്ടുണ്ട്. കൂടാതെ തന്നെ സിസിലോൺ എനർജി, ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആയിട്ടുണ്ട്, 302 കോടി രൂപ. റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പവർമെക് കമ്പനി, ഇവർക്ക് മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ ഉത്തരാഖണ്ഡിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ കിട്ടി. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി, ഇവർക്കും 116 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു സോളാർ പ്രൊജക്റ്റ് ഗുജറാത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ഓർഡർ കിട്ടി. 600 കോടി രൂപയാണ് ഓർഡർ വാല്യൂ. ഗ്രീൻലം ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ്, റവന്യൂ 17% ഉയർന്നു ഇയർ ഓൺ ഇയർ. നെറ്റ് പ്രോഫിറ്റ് എന്നാൽ 39% കുറഞ്ഞു. MRPL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1013 കോടി രൂപയിൽ നിന്ന് 66 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. റവന്യൂവും 24,000 നിന്ന് 27,000 നിന്ന് 24,000 ഇടിഞ്ഞിട്ടുണ്ട്. ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 90% അപ്പായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 32% അപ്പായിട്ടുണ്ട്. കാൻഫിംസ് ഹോംസ് കമ്പനി, ഇവർ SBI ഇൻഷുറൻസിൻ്റെ 10 ലക്ഷം ഷെയറുകൾ ബൈ ചെയ്തിട്ടുണ്ട്. കാൻഫിൻസ് ഹോംസ്
റെയിൽടെൽ കോർപ്പറേഷൻ കമ്പനി 187 കോടി രൂപയുടെ ഓർഡർ കിട്ടി. SRM കോൺട്രാക്ട് കമ്പനി 100 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഓയിൽ ഇന്ത്യ കമ്പനി ഇവർക്ക് ഡോൾഫിൻ ഡ്രില്ലിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഓയിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. മാംഗ്ലൂർ റിഫൈനറി കമ്പനി ഒരു നെറ്റ് പ്രോഫിറ്റ് 1136 കോടി രൂപയിൽ നിന്ന് 65 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. ട്രെൻഡ് കമ്പനി ടാറ്റ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വെസ്റ്റ് സൈഡ് ഉള്ളത്. വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ, ഇപ്പോൾ ന്യൂ ജനറേഷൻ ടെക്സ്റ്റൈൽ ഷോപ്പാണ്, എല്ലാ നഗരങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് ടാറ്റ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഈ ഒരു കമ്പനി, ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു വെസ്റ്റ് സൈഡ് അവർ 230ാമത്തെ പുതിയ ഷോറൂം കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സിഗ്നിടെക് ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് കുറഞ്ഞു. സെൻസാർ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 170 നിന്ന് 160 സ്ലൈറ്റ്ലി ഒന്ന് കുറവ് രേഖപ്പെടുത്തി. ലെമൺ ട്രീ ഹോട്ടൽ അവർ ഗോവയിലും പഞ്ചാബിലും ഇവരുടെ പുതിയൊരു പ്രൊജക്റ്റ് ഹോട്ടൽ ഇവർ ലോഞ്ച് ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക്, അവർ 280 പോയിൻ്റ് അപ്പായിരുന്നു. ഡോ 127 പോയിൻ്റ് അപ്പായിരുന്നു. FTSE CSE 40 ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് അപ്പായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് ആണ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 67,000, ബ്രന്റ് ഓയിൽ 82, ഗോൾഡ് 23,097 എന്ന റേഞ്ചിൽ നിൽക്കുകയാണ്. 24,060 വരെ പോയതായിരുന്നു ഗോൾഡ്. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇന്നലെ ഇൻഫോസിസ് അപ്പായിരുന്നു. എന്നാൽ വിപ്രോ ഇന്നലെയും ഫർദറായിട്ട് 1.5% ഫോളായി. ICICI HDFC പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. GDRൽ റിലയൻസ് ഒരു 1.37% വീണ്ടും ഫോൾ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ്, ലോക്കൽ അപ്ഡേറ്റ്സ്. ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിശദമായിട്ട് പോസ്റ്റ് മാർക്കറ്റായിട്ട് വൈകിട്ട് 7 മണിക്ക് എത്താം. നമ്മുടെ ചാനൽ നിങ്ങൾ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വിപണി സമയത്ത് ന്യൂസുകൾ പരമാവധി നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ടെലഗ്രാമിൻ്റെ ചാനലിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ വളരെയധികം കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സെയിം ഡേ ഒരുപാട് മാറി നിൽക്കേണ്ട ആളുകൾക്ക് മാറി നിൽക്കേണ്ട ഒരു ദിവസവുമാണ്. താങ്ക് യു.